ബിഗ് ബോസ് മലയാളം സീസൺ 8 വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് മലയാളി ബിഗ് ബോസ് പ്രേമികളെല്ലാവരും. ഇപ്പോൾ ബിഗ് ബോസിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോരുത്തരും. അക്കൂട്ടത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തുവരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ആരംഭിച്ച സമയത്ത് ബിഗ് ബോസിലേക്ക് ലാലേട്ടൻ 7 പണികളുമായിട്ടാണ് എത്തിയത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ 8 ആരംഭിക്കുമ്പോൾ 8 പണിയുമായിട്ടായിരിക്കും ലാലേട്ടൻ എത്തുന്നത്. കഴിഞ്ഞ 7 സീസണുകളിലും സ്പോൺസർമാരായിട്ട് ഏറെ ശ്രദ്ധ നേടിയത് മൈജി ഗ്രൂപ്പും അതുപോലെ തന്നെ കോൺഫിഡന്റ് ഗ്രൂപ്പും ഒക്കെ തന്നെയായിരുന്നു. ഇപ്രാവശ്യം അതിലൊക്കെ ചെറിയ മാറ്റം ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞു. കാരണം ഈ അടുത്തിടെയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാനായ CJ റോയ് സാർ അന്തരിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി ആരായിരിക്കും അടുത്ത സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുക എന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു പക്ഷേ ഇതിലൊക്കെ തന്നെയും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ബിഗ് ബോസ് മലയാളം സീസൺ 8 ലൊക്കേഷൻ ചെന്നൈയിൽ വെച്ച് തന്നെ ആയിരിക്കുമെന്നാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം. അത് ശരി തന്നെയാണ്. കഴിഞ്ഞ 7 സീസണുകളും എവിടെ വെച്ചാണോ ഷൂട്ട് ചെയ്തത് അവിടെ വെച്ച് തന്നെയാണ് ഈ സീസണും തുടക്കം കുറിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 8 ലോഗോയിൽ വലിയ വ്യത്യാസമുണ്ടാകും. അതുപോലെ തന്നെ ബിഗ് ബോസ് വീടിന്റെ മുഖഛായ തന്നെ വ്യത്യസ്തമായിട്ടായിരിക്കും. മാത്രമല്ല അകവും പുറവും ഒക്കെ തന്നെയും നല്ല രീതിയിൽ തന്നെ മോഡിഫൈ ചെയ്തിട്ടുണ്ടാകും. അകത്തുള്ള എല്ലാ വസ്തുക്കളും വളരെയധികം ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ മൈജി ആയിരിക്കും ഇതിലൊക്കെ തന്നെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുക എന്നാണ് പൊതുവെ പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തൊക്കെയായാലും വീടിന്റെ ലിവിംഗ് റൂം ആയാലും ബെഡ്റൂം ആയാലും ഇനി എന്തിനെതിരെ പറയണം കിച്ചൺ ആയാലും ജയിലായാൽ പോലും വലിയ രീതിയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ളത് തന്നെയായിരിക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 7 7 പണികളായിരുന്നുവെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ 8 പണികളായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാനിച്ച സമയത്ത് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് 8 പണികളുമായിട്ട് കാണാമെന്ന്. അതേസമയം എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ അവതാരകനായ ലാലേട്ടനിൽ വ്യത്യാസം ഉണ്ടാകുമോ എന്ന് ഇപ്രാവശ്യവും എല്ലാവരും തിരക്കുന്നുണ്ട്. നിലവിൽ ലാലേട്ടനിൽ ഒരു വ്യത്യാസവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ 6 സീസണുകളും ഫിസിക്കൽ ടാസ്കുകൾക്കാണ് മുൻഗണന നൽകിയത്. 7ാം സീസണിൽ മാത്രമാണ് ഇതിലൊക്കെ തന്നെയും ചെറിയ രീതിയിൽ വ്യത്യാസങ്ങൾ വന്നത്. അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 8 ഫിസിക്കൽ ടാസ്കുകളെക്കാൾ കൂടുതൽ മത്സരാർത്ഥികളുടെ ബുദ്ധി പരീക്ഷിക്കുന്നതിന് വേണ്ടി സൈക്കോളജിക്കലി ചിന്തിച്ച് നീങ്ങിയ ടാസ്കുകൾ തന്നെയായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 8 അരങ്ങേറാൻ പോകുന്നത്. എല്ലാ സീസണുകളിലെയും പോലെ തന്നെ വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ഒരു കൂട്ടം മത്സരാർത്ഥികൾ തന്നെയായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 8 എത്താൻ പോകുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 8 വേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയല്ലേ നിങ്ങൾ പറയാൻ മറക്കരുത്.